അങ്കിളും ഞങ്ങളുടെ ഏജൻസുമായിട്ട് വേറെ തന്നെ ഒരു ബോണ്ടുണ്ട്. ഞങ്ങൾ യുക്രൈൻ കാൻഡിഡേറ്റ് ആയിരുന്നു ഗ്ലോറിയ എന്ന് പറയുന്നത്. സോ ആ കാലത്ത് അങ്കിളിനെ അസിസ്റ്റ് ചെയ്തതെല്ലാം ഞാനായിരുന്നു. സോ അന്ന് യുക്രൈൻ വാർ വാസ് എ വെരി കൺസേൺ സിറ്റുവേഷൻ ഫോർ അസ്. സോ അത് നമ്മൾ പാരൻസും സ്റ്റുഡൻസും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ കവർ ചെയ്തതാണ്. നമ്മളൊരു ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പേഴ്സണലി തന്നെ ശ്രദ്ധിക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അക്കാഡമിക്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കും. കാരണം നമുക്ക് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണെങ്കിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വരാനും പോകാനും ട്രാൻസ്പോർട്ട് എളുപ്പമായിരിക്കും. ആൻഡ് പിന്നെ ഈ പറഞ്ഞ പോലെ അക്കാഡമിക്സിൻ്റെ കാര്യം വളരെ പെർഫെക്റ്റ് ആയി തന്നെ നോക്കും. അക്കാഡമിക്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസസ് മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. സോ ഞാൻ എടുക്കുന്ന ക്യാമ്പസ് ഫീസിബിൾ ഫീസിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക്സ് തരുന്നത്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് TMA. കാരണം TMA ഈസ് ദ ബെസ്റ്റ് ഇൻ സെൻട്രൽ ഏഷ്യ ഫോർ ഓൾ ദീസ് റീസൺസ് ടുഗെദർ. ഈ യുക്രൈൻ വാറിനെ സംബന്ധിച്ച് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടിയ സർവീസൊക്കെ കൂടി അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഇവിടെ തന്നെ കൂടി ഇത് കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നല്ലൊരു റിസൾട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ മോള് വില്ലിങ് ആയതുകൊണ്ടും വർക്ക് ചെയ്തോളും നമ്മളതിനെക്കുറിച്ച് വേറെ നമുക്ക് ബേജാറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും നിങ്ങളെ തന്നെ അപ്രോച്ച് ചെയ്യുകയും നിങ്ങളുടെ കൂടെ കൂടിക്കളയാതെ കരുതിയത്. പിന്നെ നേരിട്ട് കാണുന്ന ഒരു ആഗ്രഹം നമുക്ക് അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് നിങ്ങൾ തന്ന സർവീസ് കാരണം നമ്മൾ കോൺഫിഡൻ്റ് ആയി. കാരണം ഏത് സാഹചര്യത്തിലും നമ്മളുടെ അസിസ്റ്റൻസ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വർഷത്തിന് ശേഷം അടുത്ത ബാച്ചിലേക്ക് മോളവിടാൻ തയ്യാറായത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന പ്രോമിസ്. നമ്മുടെ സർവീസ് നിങ്ങളുടെ ആ 6 ഇയേഴ്സിൻ്റെ മുഴുവൻ ടൈം പീരീഡിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് വേഴ്സസ് കണ്ടീഷനിലും ഏത് ബെസ്റ്റ് കണ്ടീഷനിലും നിങ്ങളുടെ ഒരു ബ്രദർ ഓർ ഒരു എൽഡർ ബ്രദർ ഒരു പാരൻ്റ് എന്നുള്ള പോലെ കൺസേണോടെ നമ്മൾ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.